ചെറുതെങ്കിലും ഇമ്മിണി വലിയ കാര്യം. നമുക്ക് ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അതിൽ പലതും പലരുടെയും പേരുകളിലാണ്. എന്നാൽ അനാഥമായ സ്ഥലങ്ങളോ അതെല്ലാം ഗവൺമെന്റിന്റെ പേരിലായിരിക്കും. അതുപോലെ തന്നെ ഒരു രാജ്യത്തിലെ അനാഥമായ പല സ്ഥലങ്ങളും ഗവൺമെന്റ് ഏറ്റെടുക്കാറുണ്ട്. ഒരു ഭൂഖണ്ഡത്തിലെ അനാഥമായ പല രാജ്യങ്ങളും പല ഗവൺമെന്റുകളും ഏറ്റെടുക്കാറുണ്ട്. എന്നാൽ ഒരു ഭൂഖണ്ഡം തന്നെ അനാഥമാണെങ്കിലോ, അതിൽ രാജ്യങ്ങളില്ലെങ്കിലോ അതിൻ്റെ അവകാശി ആരായിരിക്കും? പറഞ്ഞു വരുന്നത് അന്റാർട്ടിക്കയെക്കുറിച്ച് തന്നെയാണ്. രാജ്യങ്ങളില്ലാത്ത അനാഥമായ ഭൂഖണ്ഡത്തിൻ്റെ അവകാശി ആരായിരിക്കും? നമ്മുടെ ഭൂമിയിൽ 90% കൂടുതൽ മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു ഭൂഖണ്ഡം ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരേ ഒരു ഉത്തരം മാത്രമേ ഉള്ളൂ: അന്റാർട്ടിക്ക. ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും ഏതാണ്ട് 3 മൈലിൽ കൂടുതലാണ് അവിടെ പരന്നു കിടക്കുന്ന മഞ്ഞിന്റെ കട്ടി എന്ന് പറയുന്നത്. മണിക്കൂറിൽ 200 കിലോമീറ്റർ കൂടുതൽ വേഗതയിലാണ് അവിടെ മഞ്ഞുകാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. അധികം മനുഷ്യർക്ക് ചെന്നെത്താൻ സാധിക്കാത്ത ഭൂമിയിലെ ഒരിടം തന്നെയാണ് അന്റാർട്ടിക്ക. ഗവൺമെന്റ് അപ്രൂവ് ചെയ്തിട്ടുള്ള ചില ശാസ്ത്രജ്ഞന്മാർക്കൊഴികെ മറ്റു മനുഷ്യർക്ക് ചെന്നെത്താൻ സാധിക്കാത്ത ഒരുപാട് ഇടങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് അന്റാർട്ടിക്ക. മനുഷ്യൻ ചെന്നെത്തുന്നതിന് മുമ്പേ തന്നെ അങ്ങനെ ഒരു ഭൂഖണ്ഡമുള്ളതായി പല ചരിത്രരേഖകളിലും പറയുന്നുണ്ട്. ആർട്ടിക്കിന് വിപരീതമായത് എന്നാണല്ലോ അന്റാർട്ടിക്ക എന്ന വാക്കിന്റെ അർത്ഥം. ആർട്ടിക് എന്ന വാക്ക് വന്നത് ആക്ടോസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുമാണ്. അതിന്റെ അർത്ഥം കരടി എന്നാണ്. കരടിയെ പോലുള്ള ആകാശത്ത് തെളിയുന്ന ഉർസ മേജർ അഥവാ ഗ്രേറ്റ് ബെയർ കോൺസ്റ്റലേഷനിൽ നിന്നുമാണ് ഇങ്ങനൊരു പേര് ആർട്ടിക്കിന് ലഭിക്കുന്നത്. ഉരുണ്ട ഭൂമിയിൽ അതിന് വിപരീതമായി നിൽക്കുന്ന സ്ഥലം എന്നാണ് അന്റാർട്ടിക്ക എന്ന പേരിലൂടെ അർത്ഥമാക്കുന്നത്. കാലങ്ങൾക്ക് മുൻപേ മുതൽ തന്നെ രഹസ്യങ്ങളുടെ ഒരു കലവറയായാണ് അന്റാർട്ടിക്കയെ കണക്കാക്കുന്നത്. മനുഷ്യൻ കണ്ടെത്തുന്നതിന് മുമ്പേ തന്നെ പല കഥകളിലൂടെയും ഭൂപടങ്ങളിലൂടെയും സത്വങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമാണ് അന്റാർട്ടിക്ക എന്ന് പറയപ്പെട്ടിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? റിക്കോർഡിക്കലി 1820 ചില യൂറോപ്യൻ സഞ്ചാരികളാണ് ആദ്യമായി അന്റാർട്ടിക്ക കണ്ടെത്തുന്നത്. ഇന്നുള്ള പല ഭൂഖണ്ഡങ്ങളിൽ നിന്നും വ്യത്യസ്തമായി രാജ്യങ്ങളില്ലാത്ത ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക. അങ്ങനെ രാജ്യങ്ങളില്ലാത്ത, ഗവൺമെന്റ് ഇല്ലാത്ത ആ ഒരു ഭൂഖണ്ഡത്തെ നിയന്ത്രിക്കുന്നത് ആരായിരിക്കും? -90 വരെ തണുപ്പുള്ള ഈ സ്ഥലത്ത് മനുഷ്യർ ജീവിക്കുന്നില്ല. പക്ഷേ ഈ ഭൂഖണ്ഡം ഇന്ന് 7 രാജ്യങ്ങളുടെ അധീനതയിലാണ്. ഈ മാപ്പിൽ കാണുന്നത് പോലെ യുണൈറ്റഡ് കിങ്ഡം, നോർവേ, ഓസ്ട്രേലിയ, ഫ്രാൻസ്, ന്യൂസിലാൻഡ്, ചിലി, അർജന്റീന എന്നീ രാജ്യങ്ങളാണ് അന്റാർട്ടിക്കയിൽ അവകാശം പറയുന്നത്. 1908 മുതൽ 1942 വരെയുള്ള വർഷങ്ങളിലാണ് ഈ അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. അമേരിക്ക, റഷ്യ, ജപ്പാൻ, സ്വീഡൻ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങൾ അന്റാർട്ടിക്കയിൽ പര്യവേക്ഷണം നടത്തി പോരുകയും ചെയ്യുന്നു. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാപ്പിൽ കാണുന്ന കുത്തുകൾ പല രാജ്യങ്ങൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റേഷനുകളാണ്. 1950 യുണൈറ്റഡ് നേഷൻസ് ഒരു പേപ്പർ പുറത്തിറക്കി. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: അന്ന് വരെയോ അല്ലെങ്കിൽ അതിനുശേഷമോ യുണൈറ്റഡ് നേഷൻസിന്റെ സമ്മതമില്ലാതെ ഏതെങ്കിലും ഒരു രാജ്യം അന്റാർട്ടിക്കയിൽ അവകാശവാദം ഉന്നയിക്കുകയാണെങ്കിൽ അത് അവർ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന്. 1958 അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ഈസൻഹവർ ഒരു നോട്ടീസ് പുറത്തിറക്കി. അത് അന്റാർട്ടിക്കയുടെ സമാധാനവും സ്വാതന്ത്ര്യവും ലക്ഷ്യമാക്കിയായിരുന്നു. 1959 ഡിസംബർ 1 ട്രീറ്റി ഓഫ് അന്റാർട്ടിക്ക എന്ന പേരിൽ അറിയപ്പെട്ട ആ ഉടമ്പടി എല്ലാവരും ഒപ്പിട്ടു. പ്രധാനമായും 3 നിബന്ധനകളായിരുന്നു അതിൽ പറഞ്ഞത്. തികച്ചും സമാധാനപരമായ പ്രവർത്തനങ്ങൾ മാത്രമേ അന്റാർട്ടിക്കയിൽ നടത്താവൂ. ശാസ്ത്രീയമായ പരീക്ഷണങ്ങൾക്ക് അന്റാർട്ടിക്ക ഉപയോഗിക്കാം. ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളും അവിടെ സാധ്യമാണ്. എന്നാൽ ഇതോടുകൂടി അന്റാർട്ടിക്കയുടെ അവകാശികളെന്ന് സ്വയം വാദിക്കുന്ന രാജ്യങ്ങൾ പിന്മാറിയെന്ന് കരുതരുത്. താൽക്കാലികമായി മാത്രമേ ഇത്തരം അവകാശവാദങ്ങൾ റദ്ദാക്കിയിട്ടുള്ളൂ. ഓസ്ട്രേലിയ സ്വയം പറയുന്നത് അന്റാർട്ടിക്കയുടെ 42% അവരുടെ അവകാശത്തിലാണ് എന്നാണ്. എന്നാൽ റഷ്യ മാത്രമല്ല, അമേരിക്കയും ഇത്തരം വാദങ്ങൾ ഗൗനിക്കുന്നില്ല. ഏറ്റവും രസകരമായ ഒരു കാര്യം, അന്റാർട്ടിക്കയിലെ പല ഭാഗങ്ങളുടെയും അവകാശികൾ 1-ൽ കൂടുതൽ പേരാണ് എന്നതാണ്. എന്നാൽ നമ്മുടെ രാജ്യം ഇന്ത്യക്ക് ഇതിലെന്തെങ്കിലും പങ്കുണ്ടോ? 1959 പുറത്തിറങ്ങിയ ട്രീറ്റി ഓഫ് അന്റാർട്ടിക്കയോട് താല്പര്യമില്ലാതെ മാറുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമ്മുടെ ഇന്ത്യ. ഇന്ത്യയുടെ അഭിപ്രായം അനുസരിച്ച് അന്റാർട്ടിക്ക പങ്കിട്ടെടുക്കാൻ പല രാജ്യങ്ങൾ നടത്തിയ ഒരു നാടകം മാത്രമാണ് ട്രീറ്റി ഓഫ് അന്റാർട്ടിക്ക. ഇന്ത്യയുടെ അഭിപ്രായത്തിൽ അന്റാർട്ടിക്കയുടെ പൂർണ്ണ അധികാരം ഏറ്റെടുക്കേണ്ടത് യുണൈറ്റഡ് നേഷൻസ് ആയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം 1983 യുണൈറ്റഡ് നേഷൻസ് അന്റാർട്ടിക്കയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായി. എന്നാൽ അത് തീരുമാനമാകുന്നതിന് മുമ്പേ തന്നെ ട്രീറ്റി ഓഫ് അന്റാർട്ടിക്കയിൽ ഇന്ത്യ അടക്കമുള്ള ചില രാജ്യങ്ങൾ കൂടി ഒപ്പുവെച്ചു. 1991 എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ട്രീറ്റി ഓഫ് അന്റാർട്ടിക്ക രൂപപ്പെട്ടു. ഇതിനെ മാഡ്രിഡ് പ്രോട്ടോകോൾ എന്നും അറിയപ്പെട്ടിരുന്നു.
ഇതിലൂടെ അന്റാർട്ടിക്കയിൽ ഖനനം ചെയ്യുന്നത് നിർത്തലാക്കപ്പെട്ടു. എണ്ണയുടെ ഖനനം എന്ന പേരിൽ ആ ഭൂഖണ്ഡത്തിന്റെ ഒരു വലിയ ശതമാനവും ഇതിനിടയിൽ തന്നെ നഷ്ടമായിട്ടുണ്ട്. എൻവയൺമെന്റ് പ്രൊട്ടക്ഷൻ ട്രീറ്റി ഓഫ് അന്റാർട്ടിക്ക, അങ്ങനെ ഒരു ഉടമ്പടി വന്നതുകൊണ്ടാണ് അവിടെ ഖനനം നിർത്തലാക്കിയത്? അല്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. കാരണം അങ്ങനെ ഒരു ഉടമ്പടി വരാൻ തന്നെ കാരണം അന്റാർട്ടിക്ക മരണത്തിന്റെ വക്കിലായതുകൊണ്ടാണ് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതാണ്ട് 500 ബില്യൺ ബാരൽ ഓയിലും ഗ്യാസുമാണ് അവിടെ നിന്നും കണ്ടെടുത്തതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ട് ഇതേക്കുറിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല? അതിന് കാരണമായി പറയുന്നത് ഈ രാജ്യങ്ങളുടെ എല്ലാം അന്നത്തെ പ്രതിനിധികൾ ഒപ്പിട്ട ആ ഒരു ഉടമ്പടി, ട്രീറ്റി ഓഫ് അന്റാർട്ടിക്കയുടെ വാലിഡിറ്റി ഇനിയും 24 വർഷങ്ങൾ കൂടിയുണ്ട്. അത് അവസാനിക്കുന്ന ആ ദിവസം, അതായത് ഡിസംബർ 1, 2048 ചിലപ്പോൾ ചില മിനുക്ക് പണികളോടുകൂടി ഈ ഒരു ഉടമ്പടി എക്സ്റ്റെൻഡ് ചെയ്തേക്കാം. അതല്ല എങ്കിൽ ഇതിന്റെ പേരിൽ ചിലപ്പോൾ ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടായേക്കാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ചില ഊഹാപോഹങ്ങൾ കൂടെ പറയാം. ഗൂഢാലോചന സിദ്ധാന്തങ്ങളിൽ പേരുകേട്ട ഒരു സ്ഥലം കൂടിയാണല്ലോ അന്റാർട്ടിക്ക. അവിടെ പല നിഗൂഢമായ കാഴ്ചകൾക്കും പലരും സാക്ഷികളായിട്ടുണ്ട്. ഭൂമിയിൽ മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു പടുകൂറ്റൻ ഏലിയൻ ബേസാണ് അന്റാർട്ടിക്ക എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ്. അവിടേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചിലരെ മാത്രം കൊണ്ടുപോകുന്നതിന് പിന്നിൽ ചില രഹസ്യ അജണ്ടയുണ്ട് എന്നും അവർ വിശ്വസിക്കുന്നു. ഇത്തരം ഗൂഢാലോചനകൾ താല്പര്യമെങ്കിൽ മറ്റൊരു വീഡിയോയിലൂടെ അത് വിശദീകരിക്കാം. മനുഷ്യവാസമില്ലാത്ത ഭൂഖണ്ഡമായ അന്റാർട്ടിക്ക ഇന്നല്ലെങ്കിൽ നാളെ അലിഞ്ഞില്ലാതാകുമെന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരുന്നു. എന്നാൽ അതിന് കാരണം മനുഷ്യനാകുമെന്നത് തീരെ കരുതിയിരുന്നില്ല. മനുഷ്യവാസമില്ലാത്ത ഒരു ഭൂഖണ്ഡത്തിന്റെ അവസ്ഥ ഇതാണ് എങ്കിൽ മനുഷ്യൻ വസിക്കുന്ന ഭൂമി ഇനി എന്തൊക്കെ കാണാൻ കിടക്കും?